വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടേസ്റ്റ് ബൈ ഇന്ദുജി. അപ്പോൾ ഞങ്ങൾ അജന്ത കേവ് കണ്ട് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റ് എടുത്തെന്ന് വെച്ചാൽ ഒരു 6 മണി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഇവിടെ അടുത്തൊരു മോണുമെൻ്റ് ഉണ്ട്, പ്രധാനപ്പെട്ട ഔറംഗാബാദിലെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു മോണുമെൻ്റ് ഉണ്ട്, ബീബി കാ മക്ബറ. അത് 8 മണി വരെ ഓപ്പൺ ആണെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എന്താ അതൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ എന്നൊരു പ്ലാൻ ഇട്ടു. നമുക്കൊന്ന് പോയി നോക്കാം അത് കാണാൻ പറ്റുമില്ലേന്ന്. അപ്പോഴത്തെ സമയം 7 മണി കഴിഞ്ഞു കേട്ടോ. കൃത്യം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ, ബീബി കാ മക്ബറ കാണാൻ. നമ്മുടെ റെസ്റ്റോറൻറ്റും റിസപ്ഷനും ഒക്കെ ഈ ഭാഗത്താണ്. MTDC ഔറംഗാബാദ്. ഇന്ന് ഈ ഭാഗത്തൊക്കെ ഗണേശ നിമഞ്ജനം നടക്കുന്ന ദിവസമാണ് കേട്ടോ. ഒത്തിരി ഞങ്ങൾ അജന്തയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരുപാട് ഇടത്ത് ഇങ്ങനെ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിയാൻ തോന്നുന്നുണ്ട്. ഒരു ആഘോഷവും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഒരു വൈബാണ്. ഇന്ന് ഹോളിഡേ ആണ്. നമ്മൾ ആ മാർക്കറ്റിൽ പോയപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞില്ലേ ഇന്ന് അവധിയാന്ന് പറഞ്ഞു. എല്ലാ ബൈക്കിൽ പോകുന്നവരുടെ കയ്യിലും കുഞ്ഞു കുഞ്ഞു ഗണേശ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. വീട്ടിലൊക്കെ വെച്ച് പൂജിച്ചിട്ട് അവരിങ്ങനെ നിമഞ്ജനം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒത്തിരി ആൾക്കാർ ചേർന്ന് ഇങ്ങനെ പൂജിക്കുന്നതായിരിക്കും വലിയ വിഗ്രഹങ്ങൾ അല്ലേ, ഒരു ഏരിയയിലാ. ഫംഗ്ഷൻ മോഡാണ് എല്ലാവരുമായിട്ട്. ഇവിടെ ഒരു മൊത്തത്തിലൊരു ഉത്സവ പ്രതീതിയാണ്. ആൾക്കാർ ഉണ്ടോ അവിടെ? എന്താ സംഭവം? അവിടെ തന്നെയല്ലേ ഗണേശ വിഗ്രഹം പ്രസാദം കൊടുക്കുന്നു. ില്ലേ ഈ ഒരു റോഡ് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ നടന്നു പോവാട്ടോ. ഫ്രണ്ടിലൊരു ഗണേശ വിഗ്രഹത്തിന്റെ ആ ഒരു പ്രൊസഷൻ നടന്ന് പോണുണ്ട്, കൊട്ടും പാട്ടും മേളമായിട്ട്. എല്ലാവരുടെയും കയ്യിലുണ്ട് കുഞ്ഞു കുഞ്ഞു വിഗ്രഹം. ഞങ്ങള് കാണാനിറങ്ങി. ഗൂഗിളിൽ പറഞ്ഞു 8 മണി വരെ ഓപ്പൺ ആണ്. പക്ഷെ ഞങ്ങള് ഗേറ്റിലെത്തിയപ്പോ അവിടുത്തെ ആ ഒരു കുട്ടി പറഞ്ഞു, ഇല്ല ചേച്ചി ഞാൻ അതിന്റെ അടുത്താ താമസിക്കുന്നത്, അത് 6 മണിക്ക് ക്ലോസ് ചെയ്യും. ഗൂഗിളിൽ അതൊരു മിസ്റ്റേക്കാന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഞങ്ങൾ എന്ത് വിചാരിച്ചു, എന്നാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഇവിടെ നാൻ ഖലിയ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നാൻ ഖലിയ ഇവിടുത്തെ ഫേമസ് ഫുഡാണ്. മട്ടൻ കറിയും നാൻ ഖലിയ എന്നാണ് ആ ഒരു സെറ്റിന്റെ പേര്. അത് കഴിക്കാനായിട്ട് പോയപ്പോൾ പോകുന്ന വഴി മുഴുവൻ ഗണേശ വിഗ്രഹങ്ങളുടെ ആ ഒരു നിമഞ്ജനവും അതിന്റെ ഒരു മേളവും ആകെ കൂടെ റോഡ് ബ്ലോക്കും കാര്യങ്ങളുമാണ്. ഹോട്ടലിന്റെ മുമ്പ് എത്തിയപ്പോഴത്തേക്കും അവിടെ തിരക്ക്, ഭയങ്കര തിരക്ക്. അവിടെ തിരക്കല്ല, അവിടെയാണ് ഇതിന്റെ മെയിൻ ആഘോഷം നടക്കുന്നത്. എല്ലാവരും ചേർന്ന് അവിടെ സംഗമിക്കുന്ന കൊട്ടിക്കലാശന്മാർ എല്ലാം അവിടെ എല്ലാരും വന്ന് സംഗമിച്ച് നിൽക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങനെ തോറ്റു തുന്നമ്പാടി. അപ്പൊ അവിടെയുള്ള ചേട്ടൻ പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങൾ അവിടെ ചേട്ടനോട് ചോദിച്ചു, ഇതാണ് സംഗതി, ഞങ്ങൾക്ക് നാൻകലിയ കഴിക്കണം, ഇന്നതാണ് സംഗതി. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് നാൻകലിയ അങ്ങനെ കഴിക്കാൻ കിട്ടുന്ന സാധനമല്ല, അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കാരണം മട്ടന്റെ നാൻകലിയ മട്ടൻ എന്ന് പറഞ്ഞ സാധനം അത് ടൈം എടുത്ത് കുക്ക് ചെയ്യും. അത് മാത്രമല്ല, അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ, ഒരു 3-4 മണിക്കൂർ മുന്നേ പറഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നാണ്. സ്പെഷ്യൽ ഫുഡാണ്.
ഇതൊന്നും അല്ല, കോമഡി വേറൊന്നുമല്ല. മര്യാദക്ക് ഇരുന്ന പൊന്നുവാണെ, വലിയ വിശപ്പൊന്നും ഇല്ല, നോർമൽ ഇങ്ങനെ ചില്ലായിട്ടിരുന്ന പൊന്നുവിനെ നാൻഖലിയുടെ പേരും പറഞ്ഞു കൊതിപ്പിച്ച് ഇപ്പത് പൊന്നിന് ഭയങ്കര വിശപ്പായി. അതുവരെ വിശപ്പില്ലായിരുന്നു. പൊന്നു പാടുന്ന പാട്ട് ഏതാന്ന് ഞാൻ പറയട്ടെ. എന്ത് വിധി ഇത്, അതെ വല്ലാത്ത ചതിയായി. മറ്റേ ആരോ പറയുന്ന പോലെ വിശപ്പ് വിളിച്ചുണർത്തിയിട്ട് ഊണില്ല എന്ന് പറയുന്ന പോലെ പാവം കൊച്ചനെ പറ്റിച്ചല്ല, സിറ്റുവേഷൻ അല്ലേ? കണ്ടില്ലേ അവിടുത്തെ തിരക്ക്, നോക്ക്. പൊന്നിന് വിശപ്പില്ലായിരുന്നു. പൊന്നിന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് വിശപ്പൊന്നുമില്ല, അത്ര വിശപ്പൊന്നുമില്ല. നാൻകലിയെ കഴിക്കാൻ പറഞ്ഞു. എന്നാ വിശപ്പുണ്ട്, എന്നാ ഞാൻ വിശപ്പുണ്ടാക്കാന്ന്, എന്നാ കുറച്ച് വിശപ്പുണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു പാവം കൊച്ച്. സാരമില്ല കേട്ടോ. എവിടെ പോയി? പിണങ്ങിപ്പോയി. ഓ പോയി. നമുക്ക് MTDC എന്തെങ്കിലും കഴിക്കാം. അതെ, MTDC കഴിക്കാം. അവിടെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ. അവിടെ നോൺ വെജ് ഉണ്ടെന്നാ പറഞ്ഞ കേട്ടോ. ഉച്ചയ്ക്കും വൈകിട്ടും നമുക്കിപ്പൊ ചെന്ന് ചോദിക്കാം എന്താ ഉള്ളതെന്ന്. അമ്മ വന്നില്ല കേട്ടോ. അമ്മ ഇന്ന് അജന്ത കേവൊക്കെ നടന്ന് ക്ഷീണിച്ച് കാലുവേദനയാ, ഞാൻ റെസ്റ്റ് ചെയ്യാം, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അവിടെ റൂമിലുണ്ട്. ഏതായാലും വരാത്ത നന്നായി. അതെ, ഇവിടെ ഇന്നൊരു ഫെസ്റ്റിവൽ മൂടാട്ടോ. കടകളൊന്നും അധികം തുറന്നിട്ടില്ല. അപ്പൊ എന്നാ നമുക്ക് നേരെ MTDCയിലേക്ക് തന്നെ പോവാം അല്ലേ? കഞ്ഞിയും പയറൊന്നും ഇവിടെ കിട്ടൂല. ആര് വന്നു? ആരാ വന്നേ? കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് കുളിക്കാനൊക്കെ റെഡിയാകുന്ന സമയത്ത് മതി ബീബിക്ക് മക്ബര അവിടെ ഓപ്പൺ ആണ്, വേഗം വാ, റെഡിയായി വേഗം വാ എന്ന് പറഞ്ഞ് ധൃതി പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ബീബിക്ക് മക്ബര 8 മണി to 8 മണി വരെ ഓപ്പൺ ആണ്. പക്ഷെ ഈ സാംബാജി നഗർ സിറ്റി ഉണ്ടല്ലോ, നല്ല സിറ്റി കേട്ടോ. ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരെല്ലാം നല്ല സഹകരണം. നമ്മൾ ആ ഗണേശോത്സവത്തിന്റെ ഇടയിൽ വണ്ടിയും കൊണ്ട് പോയപ്പോ അവര് വഴി ഉണ്ടാക്കി തരാം. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വണ്ടി കൊണ്ട് കയറ്റി ഇത്രയും ആഘോഷം നടക്കുന്നതിന്റെ ഇടയിൽ വണ്ടി കൊണ്ട് അവര് നമുക്ക് കുഴപ്പമില്ല വന്നോളൂ എന്നാണ് അവര് പറയുന്നത്. പിന്നെ ഹോട്ടലിൽ പോയി അവിടെ ആ ജംഗ്ഷനിൽ അവിടെ കൊട്ടിക്കലാശം നടക്കുന്നതിന്റെ ആ ഭാഗത്ത് കൂടുതലായിട്ട് വേറെ വഴി പറഞ്ഞു തന്നു. അപ്പുറത്തൂടെ പോവാൻ വേറെ വഴിയുണ്ട്. നിങ്ങൾ എന്ത് മേടിക്കാൻ പറഞ്ഞു നാൻകലി. അയ്യോ അത് ഇന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഇനി വരുമ്പോ കഴിക്കാം. ഒത്തിരി കടകളുണ്ട് ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, എന്താ പറയാ, ബ്രാൻഡഡും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട്. കാരണം ഏത് ലെവലിലുള്ള ആൾക്കാർക്കും ജീവിക്കാം ആ രീതിയിൽ. കുഞ്ഞു കടകൾ മുതല് നമ്മുടെ ഇവിടെ തട്ടുകടകളില്ലേ, അതുപോലെ ഒത്തിരി കടകളുണ്ട്, വലിയ കടകളുണ്ട്. അതെല്ലാ സിറ്റിയിലും ഉള്ളതാണ്. മനുഭായ് മിഠായി വാലേ, സ്വീറ്റ് ഷോപ്സാ. ഈ ഭാഗത്താട്ടോ നമ്മുടെ റൂം വരുന്നത്. ആ കാറ് കിടക്കുന്നത് എന്റെ ബാക്കില്, ആ കാറിന്റെ ബാക്കിലല്ലേ? ഓ അങ്ങനെ, അതെന്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. ഞാൻ ഇപ്പുറത്തെ കാറാ ഉദ്ദേശിച്ചത്. മാറൂല, നൂല് പിടിച്ച പോലെ പോകാം. അങ്ങനെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ നമ്മൾ തിരികെ വന്നിട്ടുണ്ട്. പൊന്നു, നമുക്ക് നല്ല വാക്ക് പറഞ്ഞ അടിച്ചു പൊട്ടിക്കും. റെസ്റ്റോറന്റ് എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ വണ്ടി ഇട്ടിട്ട് വരാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി ചോദിക്കാം. ഇവിടെ ഇട്ടോ വണ്ടി. ഉപ്പുമാവ് കിട്ടും പൊന്നു, ഉപ്പുമാവും പോകെ. ഓ മൈ ഗോഡ്, രാവിലെ കഴിച്ചില്ലേ? ഇനി വേണ്ട, ഇവിടെ ഇട്ടിട്ട് പോവും. വണ്ടി അവിടെ കൊണ്ടുണ്ട്, വണ്ടി എടുത്തില്ല, വണ്ടി ഇട്ടിട്ട് നടന്നു വരാം. ഓക്കേ. അപ്പോൾ മട്ടൻ കറി കഴിക്കാൻ പോയ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് റൊട്ടി, പിന്നെന്താ ചിക്കൻ, പിന്നെന്താ കോർമ അല്ലേ, ചിക്കൻ കോർമയും ഫ്ലൈൻ റൈസും പാലും ചീരയൊക്കെ മേടിച്ചിട്ടുണ്ട്. കഴിക്കാൻ പോകട്ടോ. ഞാൻ കിളിയെ പ്രതീക്ഷിച്ച പൊന്നു ഇരിക്കുന്നു നോക്കി.
എങ്ങനെയുണ്ട് പൊന്നു? സൂപ്പർ. എങ്ങനെയുണ്ട്?